ഉൽപ്പലാഷിന്റെയും കൂട്ടരുടെയും ഏത് നീക്കങ്ങളും ശ്രദ്ധിക്കണം. എനിക്ക് അച്ഛനോ അമ്മയോ ആരുമില്ല. നിങ്ങൾ ആ സ്ഥാനത്തുനിന്ന് ഈ മംഗളക്രമം നടത്തിത്തരണം. പണം എത്ര വേണമെങ്കിലും അറിയാം. തല വെട്ടേണ്ടവന്റെ തല വെട്ടുക, കൈ വെട്ടേണ്ടവന്റെ കൈ വെട്ടുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിന് ഞാനുണ്ട്. ഡോക്ടർ പശുപതി. വേലായുധം കുട്ടി, എന്താ നിന്റെ പുറപ്പാട്? ഈ അധ്യായം ഇവിടെ അവസാനിക്കട്ടെ. എന്താ വേലായുധ? നിനക്കെന്നും മനസ്സിലായിട്ടില്ല ഭൈരവ. നിനക്കൊരു നല്ല ജീവിതം കിട്ടിയത് ഞാനായിട്ട് നശിപ്പിക്കുന്നില്ല. നാളെ നിന്റെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടെ ഉണ്ടാവില്ല. വേണ്ട, നീ ഇവിടെ നിൽക്ക്. കല്യാണം കഴിയട്ടെ, ഞാൻ നിനക്ക് കുറച്ച് കാശ് തരാം. ഞാനിവിടെ വന്നത് നിനക്കൊരു ഭാരമായി. ഞാൻ ഒരിക്കലും ഇവിടെ വരാൻ പാടില്ലായിരുന്നു. വേലായുധം കുട്ടി, തെരുവിലേതോ ഓടയിൽ ജനിച്ചു വീണവരാണ് നമ്മൾ. കണ്ണു തുറന്നപ്പോൾ ആദ്യം കണ്ടത് നമ്മൾ തമ്മിലാടാ. എച്ചിൽ കൂനയിലും ഫുട്പാത്തിലും റെയിൽവേ പ്ലാറ്റ്ഫോമിലും ഒരുമിച്ചല്ലേ വളർന്നത്. തെറ്റും ശരിയും തിരിച്ചറിയുന്നതിന് മുമ്പ് നമ്മൾ കുറ്റവാളികളായി. അതെ, നിന്നെ പിരിയാൻ മനസ്സുണ്ടായിട്ടല്ലടാ. പക്ഷെ എന്നെ തേടി ഏത് നിമിഷവും പോലീസ് വരാം. അങ്ങനെ വന്നാൽ നിന്റെ ഈ നല്ല ജീവിതം തകരും. കള്ളനാണെങ്കിലും നിന്റെ തകർച്ച കാണാൻ എനിക്ക് മനക്കരുത്തില്ലടാ. നാളെ എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ കല്യാണം മുടങ്ങരുത്. എൻ്റെ അമ്മാവിൻ്റെ സ്ഥാനത്ത് നിന്ന് ഈ കല്യാണം നടത്തി തരേണ്ടത് വേലായുധം കുട്ടിയാണ്. എന്നിട്ടേ ഇവിടെ നിന്ന് പോകാവൂ. അയ്യോ എന്റെ പൊന്നു മോളെ, എനിക്ക് വയ്യ. ഞാനിത് എങ്ങനെ സഹിക്കും? ഒന്ന് വേഗം മാത്രം. എന്നാലും കൊലച്ചത് ചെയ്തല്ലോ എന്റെ മോളെ. എന്താ പോലെ എന്തുണ്ടായി? അമ്മക്കുട്ടി ചതിച്ചോ? അമ്മക്കുട്ടിക്ക് എന്ത് പറ്റി? കള്ളം കയറി അമ്മക്കുട്ടിയുടെ ആഭരണങ്ങൾ മുഴുവൻ മോഷ്ടിച്ചുകൊണ്ട് പോയി. വാ നടന്നവരെ, നമുക്ക് അന്വേഷണം ആരംഭിക്കാം. കാരണം വേഗം വാ. വാ കൊന്നേ. അച്ഛാ, പോയി മോനെ, എല്ലാം പോയി മോനെ. എല്ലാം ഞാൻ അറിഞ്ഞു. കല്യാണ മുഹൂർത്തത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് താൻ ഓമനിച്ചു വളർത്തിയ സ്വന്തം പുത്രിയുടെ സ്വർണ്ണാഭരണങ്ങൾ കളവ് പോയി എന്നറിയുന്ന ഒരു പിതാവിന്റെയും അമ്മയുടെയും ദുഃഖം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. മനുഷ്യന്റെ മനസ്സിനേക്കാളും വിശാലമായ മനസ്സുള്ള മൃഗങ്ങളുടെ മനസ്സുമായിട്ടാണ് എനിക്ക് സമ്പർക്കം. അമ്മേ, ഡോണ്ട് ലൂസ് കറേജ്. അമ്മുമ്മേ, വിഷമിക്കാതിരിക്കൂ. ഞാൻ സ്നേഹിച്ച നിങ്ങളുടെ സ്വത്തോ സ്വർണ്ണാഭരണങ്ങളോ അല്ല, എനിക്ക് നിങ്ങളുടെയൊക്കെ സ്നേഹമാണ് വേണ്ടത്. അമ്മേ, മോളെ വേഗം അണിയിച്ചൊരുക്കൂ. സദ്യ ഒരുങ്ങട്ടെ. എല്ലാ ഏർപ്പാടുകളും തകൃതിയായി നടക്കട്ടെ. മുഹൂർത്തത്തിന് 1 മണിക്കൂർ മുമ്പ് ഈ കല്യാണം നടത്തുന്നതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ആർക്കും ഒരു ടെൻഷനും വേണ്ട. ഈ കല്യാണം നടക്കുന്നു. എത്തട നോക്കി നിൽക്കണേ, പറഞ്ഞു കേട്ടില്ലേ? ഊതട വേഗം. പെണ്ണുങ്ങളൊക്കെ ഈ ഭാഗത്ത്, ആണുങ്ങളൊക്കെ ആ ഭാഗത്ത്. പ്രസിഡന്റിന് ഇത് വരണം. അല്ല, രാഷ്ട്രീയം വേറെ, വ്യക്തിബന്ധം വേറെ. അയാൾക്കൊരു ആപത്ത് വന്നിരിക്കുന്ന സമയം നമ്മൾ അയാൾ സഹായിക്കണം. നേതാവേ, ആ. എന്റെ ബലമായ സംശയം ആ. ഇവന്റെ അച്ഛൻ കുറുപ്പാണ് പണ്ടങ്ങൾ മോഷ്ടിച്ചെന്ന. അറിയല്ലേ? അങ്ങേര് പഞ്ചായത്തിന്റെ പണം വെട്ടിക്കൊന്നല്ലാതെ മറ്റുള്ളവന്റെ പണ്ടം അടിക്കില്ല. എന്താ ഇത്? ഏതാ? ഇങ്ങനൊരു നൊണ്ടി വോട്ടേഴ്സ് ലിസ്റ്റ് ഇല്ലല്ലോ. അതെ, അവന് ചൊണ്ടില്ല.
സത്യം പറയണ എന്തിനാ ഓടിയത്? പതിവോട്ടം. എന്തുവാടാ ഇത്? നോക്ക്. പണ്ടങ്ങൾ. അതെ, പ്രസിഡന്റിന്റെ വീട്ടിലെ പണ്ടം. അയ്യോ, സത്യം എന്നെ പറയണ. ഇടിക്കരുത്. ഞാൻ പറയാം. ഞാൻ വേലായുധൻ, അവൻ ഭൈരവൻ. അതെ, നിങ്ങളുടെ ഡോക്ടർ പശുപതി. ഞാനും അവനും ഒരുപാട് കാലം കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒന്നിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ധാരാളം കളവുകൾ നടത്തിയിട്ടുണ്ട്. ആരെയും അകത്തേക്ക് കയറ്റിവിടണ്ട. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഇത് വേണം. മിണ്ടരുത്. കല്യാണം കഴിയുന്നവരൊരു അക്ഷരം ശബ്ദിക്കരുത്. വാന്റെ കൂടെ എന്തോ നാടാ നോക്കിയിരിക്കുന്നത്? കസേര പിടിച്ചോട്ടെ. അച്ഛാ വന്നേ. വന്നേ. വാ. കുട്ടികളൊക്കെ ഒന്ന് പോയി. എല്ലാവരും ഒന്ന് മാറി മാറി നിൽക്കൂ. മുഹൂർത്തത്തിനുള്ള സമയമാകുമ്പോ വരാലോ. പോ. ആ, എങ്ങനെയാ തുറന്നു പറയാ? അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കൺഫ്യൂഷൻ വേണ്ട, തുറന്നു പറയാം. അതല്ലടോ നല്ലത്. എന്ത്? അതെ അതെ അതെ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അച്ഛാ, ഇവിടുത്തെ മോഷണത്തിന്റെ പിന്നിൽ പപ്പനും കൂട്ടരുമാണ്. വെരി സോറി. അവരുടെ കൂട്ടത്തിൽ എന്റെ അമ്മാവനുണ്ട്. അമ്മാവനോ? അതെ, എന്റെ അമ്മാവൻ ഇത്രയും ദിവസം എന്റെ കൂടെ വന്ന് താമസിച്ചത് അദ്ദേഹത്തിന്റെ മതാലശായ മകളെ എന്റെ തലയിൽ കെട്ടിവെക്കാനായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പണമല്ല വലുത്. കല്യാണത്തിന് എന്നെ കിട്ടുകയില്ല എന്ന് മനസ്സിലായപ്പോൾ ആദ്യം ബാലനെയും കൂട്ടരെയും ചൂണ്ടയിട്ടു. യെസ്, അതെ അച്ഛാ, അവരാണ് ഇവിടുത്തെ സ്വർണം മോഷ്ടിച്ചത്. ഈശ്വര. എല്ലാം ഇയാൾക്കറിയാം. ശരിയല്ലടോ? അതെ അതെ, ശരിയാണ്. തീർന്നില്ല. പുതിയൊരു ആയുധമായിട്ടാണ് അവർ ഗോതയിലേക്ക് ഇറങ്ങുന്നത്. എന്ത് വില കൊടുത്തും ഈ കല്യാണം മുടക്കുമെന്ന വാശിയിലാണ് അവരിപ്പോൾ. കല്യാണം മുടക്ക്? എന്റെ പേര് ഭൈരവനാണ്. ഭൈരവനാണ് എന്നവർ പറയും. പശുപതി എന്ന പേരിൽ വന്നിരിക്കുന്ന വ്യാജ ഡോക്ടറാണ് ഞാൻ എന്നും അവർ പറയും. ശരിയല്ലടോ? അതെ, അത് ശരിയാണ്. പ്രസിഡന്റ് ഒരു മണ്ടനാണെന്നും ഈസിയായി കളിപ്പിക്കാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. ആരാ മണ്ടന്മാരെന്ന് കാണിച്ചു കൊടുക്കാം. ഇങ്ങോട്ട് വരട്ടെ. ഭൈരവ, മിണ്ടിപ്പോകരുത്. ഈ കല്യാണം നടക്കാൻ പാടില്ല. ഈ കല്യാണം നടത്താൻ പാടില്ല. പശുപതി കള്ളനാണ്. കള്ളനാണ്. കല്യാണം നടത്താൻ പാടില്ല. അവൻ കള്ളനാണ്. കണ്ടോ പ്രസിഡന്റ്? എന്താ ഇത്? തുറന്ന് നോക്ക്. ചന്ദ്രവതി, എന്തേ? മിടുക്കന്മാർ, ചുണക്കുട്ടന്മാർ, നാടിന്റെ അഭിമാന ഭാജനങ്ങൾ. അകത്തോട്ട് വെക്ക്. എന്റെ ഈശ്വര, സന്തോഷായി, വളരെ സന്തോഷായി. വാമോനെ, പ്രസിഡന്റ് പോകാൻ വരട്ടെ. ഞാൻ ചില സത്യങ്ങൾ പറയാനുണ്ട്. താഞ്ചിരിക്കണ്ട. ഈ പണ്ടങ്ങൾ മോഷിച്ച ആരാണെന്ന് അറിയാമോ? അറിയാം. ഈ ഡോക്ടറുടെ അമ്മാവനാണ്. ഇയാൾ ഡോക്ടർ അല്ല. അതും അറിയാം. ഇയാൾ ഡോക്ടർ പശുപതിയല്ല, വ്യാജനാണ്. ഇയാളുടെ ശരിയായ പേർ ഭൈരവൻ എന്നാണ്. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇയാള് കള്ളനാണ്. കള്ളനാണ്. ഇനിയോ? ഇതെല്ലാം അറിഞ്ഞിട്ടാണോ മോളെ ഇയാൾക്ക് കുനിഞ്ഞു കൊടുക്കാൻ തീരുമാനിച്ചത്? പോയിടാ. എടാ, ആദ്യം വീട് ഭരിക്കാൻ പഠിച്ചിട്ടാ പ്രസിഡന്റ് നാട് ഭരിക്കാൻ ഇറങ്ങിയത്. മനസ്സിലായോ? നിശ്ചയിച്ചതിലും 1 മണിക്കൂർ മുമ്പ് ഈ പന്തല് വെച്ച് താലി കെട്ട് നടക്കും. പ്രസിഡന്റ് ഈ കല്യാണം നടത്തരുത്. താൻ പോടോ ഇവിടുന്ന്. തന്റെ മോളെ ഈ പാവത്തിന് തല കെട്ടിവെക്കാൻ അല്ലേടോ താൻ ഇവിടെ കറങ്ങി കിടന്നത്. ഒരു കാര്യം, വേണ്ടവർക്ക് വല്ലോ നക്കിയിട്ട് പോകാം, അല്ലാത്തവർക്ക് ഇപ്പോഴേ പോകാം. മേളം. കൊല്ലും.
പെരട്ട വില ഇതാ എന്ന് ഞാൻ ശരിയാക്കി തരടാ. നമ്പൂരി മനക്കേന്ന് നീ അവിടെ നിന്ന് കിണ്ടിയും കോളാമ്പിയും പിന്നെ രക്ഷപ്പെടുത്തി ഞാനെന്താ നിന്റെ ഒരു കല്യാണ പ്രാന്ത് നമ്മളൊരു പരീക്ഷ വൈരവാ പെരട്ട വില ഇതാ സൈക്കിളില്ലല്ലേ. പോയില്ല പോകൂല മാറില്ല അങ്ങോട്ടേ നിന്റെ അച്ഛൻ കൈമില് കളഞ്ഞ നിന്റെ അച്ഛന്റെ പാടാ എന്റെ സമനില തെറ്റിയിട്ടുണ്ട്. പട്ടി കുട്ടി തവാൻ കേടാ നിന്നെ ഞാൻ ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാൻ നിങ്ങക്ക് കുറുപ്പിന്റെ കള്ള മോനെ ഞാൻ ശരിയാക്കി തരടാ. നീ ആ UDC പാവത്തിന്റെ പിന്നാലെ അതെന്റെ സ്വന്തം കാര്യമാണ്. അങ്ങനെ വേണോ അങ്ങനെ വേണോ? നീ മലേഷ്യയിലെ എന്താ ആരുടെ യുറക്കെന്ന് വിളിച്ചത്? എന്തോടാ വിളിച്ചത്? പഞ്ചെഴുത്തുകാരാ ആരടാ ആരടാ പപ്പടാക്കൂടാ വാടാ ബ്ലഡ് അടിയൊന്ന് ഇടിച്ചു കെട്ടി ഓടാ അവിടുന്ന് തീർന്നില്ലേ? ഒന്ന് വേഗമാകട്ടെ ഒന്ന് വേഗമാകട്ടെ. കളരി ഞാനും പഠിക്കുന്ന സംസ്കാരമില്ലാത്തോനെ ശരിയാക്കി തരും. ഓടെ പട്ടി അവിടുന്ന് എന്റെ ഭഗവതി മോളെ സമാധാനായിട്ടിരുന്നു. ഞാനില്ല ഇവിടെ നമ്മളെ കൊണ്ടുപോയോ കള്ളൻ നേരെ മാലിയുണ്ട്. താലി എവിടെ? ഇന്ന ദേന മാല ഇട്ട് കാണിക്കണമെന്നവൻ കള്ളൻ. താലി ഇവിടെ താലി എവിടെ? താലി എവിടെ? കൊണ്ടുവന്നിട്ടില്ല. നീ എടുത്ത് വെച്ചില്ലേ? താലി എവിടെയെന്ന് നിന്റെ ഉള്ളിൽ താലി വയ്ക്കാം. ഇത്ര വലിയ ടെൻഷൻ ഞാൻ അനുഭവിച്ചിട്ടില്ല. എന്റെ മോനെ ഇപ്പൊ തരാം താലി എവിടെ? ശരി
അയ്യോ ഞാൻ ആ കാര്യം മറന്നുപോയി സാർ. ആ കഴിയട്ടെ, കഴിഞ്ഞിട്ട് ലെഫ്റ്റും റൈറ്റും തരാം ഞാൻ. ദാ, നിന്റെ കള്ളനാണെന്ന് നിന്റെ മോന്ത കണ്ടറിയില്ല. മോളെ നീ ബഹളുണ്ടാക്കല്ലേട്ടാ. ഒരു പെൺകുട്ടീനെ നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. ഇവിടെ കയ്യും കാര്യം പിടിച്ചണ്ടേ? ഞാൻ കേട്ടാ ഞാൻ. മോളെ നിന്നെ ഞാൻ മലേഷ്യയിലേക്ക് മധുവിന് കൊണ്ട് ചൂടാണ്. വേണ്ടത് നല്ല ഇരുമ്പ് കമ്പിയാണ് വെച്ച് പഠിപ്പിക്കണം. അപ്പൊ ഇഷ്ടമുള്ളൂ. പെണ്ണെ ആരാ പ്രസിഡന്റ്? അവിടെ ആരാ പ്രസിഡന്റ് എന്ന് ചോദിച്ചില്ലേ? സാറിനെ 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 ഇനി വന്നേ, ചെല്ലേ. ഇനി വരാൻ. ചതിച്ചോ? കുറുപ്പേ എവിടെ അവൻ? പിടിക്കവനെ. ഡോക്ടർ പശുപതി അല്ലേ? അവിടെ ഇങ്ങനെ പിടിച്ചു വലിക്കില്ലേ? ഞാൻ വരും. മുത്തശ്ശിക്ക് എന്തോ പറയാണ്ടെന്ന്. അവനെ കൊണ്ടുപോരുത്. അവൻ ഗുരുത്തുള്ളവനാ. കേട്ടാ? എന്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് അവൻ താലി കെട്ടാൻ പോയത്. ഞാൻ നിരപരാധിയാണ് മുത്തശ്ശി. പൊന്നു മോനെ, എന്തേ ഈ മുത്തശ്ശിയുടെ മുഖത്തൊന്ന് നോക്കടാ. ഒട്ടി. വലിയ പെരുമ്പിലാവിന് സംബന്ധം വെക്കണം അല്ലടാ. എന്റെ ജീവനുള്ള കാലത്തോട് നടക്കില്ലടാ നിനക്ക്. എന്റെ കുഞ്ഞുലക്ഷ്മി, നിന്റെ കാഴ്ച ഇത്ര ബലമുണ്ടെന്ന് എനിക്ക് ഇപ്പടാ മനസ്സിലായത്. നോക്കി നിൽക്കാതെ അമർന്നോനെ. ആ പെണ്ണിന്റെ കൈ പിടിച്ച് പപ്പന്റെ കയ്യിലോട്ട് കൊടുക്കാം. എന്റെ ഭഗവാനെ, ഒരു കാര്യം പറയട്ടെ, പറയട്ടെ. പ്രസിഡന്റ്, മുത്തശ്ശി അടിക്ക് നല്ല വേദനയുണ്ട് കേട്ടാ. ചൂളം പാടി. പിന്നെ ഇങ്ങനെ ഒരു നല്ല മുഹൂർത്തത്തില് സാധാരണ ഒരു കള്ളന്റെ അനുഗ്രഹം നവദമ്പതികൾക്ക് കിട്ടാറില്ല. എന്റെ മനസ്സ് പറയണു നിങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണമെന്ന്. ഞാൻ അനുഗ്രഹിച്ചു കേട്ടോ. ജീവിക്കാനുള്ളൊരു ആഗ്രഹം കൊണ്ട് ഒരു കളി കളിച്ചു നോക്കിയതാ. ഞാൻ തോറ്റുപോയി. ആ ഇനി എന്റെ കൈമിടാനുള്ള ആഭരണങ്ങൾ എടുത്തേ. സാധാരണ ജോണാണുള്ളത് കൊണ്ടുവരാറ്. ആ കിട്ടുള്ളൂ. ഞാൻ പോട്ടെ. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് സാറേ സ്റ്റേഷനിലേക്ക്?